Bismillahirrahmanirrahim. Alhamdulillah. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Maulana Muhammad. ബഹുമാന്യരായ സലീം ദാരി ഉസ്താദ്, ആദരണീയരായ സ്വാദിഖ് അലി യമാനി ഉസ്താദ്, അതുപോലെ നമ്മുടെ മഹല്ലത്തിന്റെ കാരണവന്മാരായ ബഹുമാന്യരായ മമ്മൂട്ടി ഹാജി, ഹംസ ഹാജി, കുഞ്ഞ, മദീന ഹാജി തുടങ്ങിയ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളും പ്രധാനികളുമായ കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട മഹല്ല് നിവാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം അവന്റെ പൊരുത്തപ്പെട്ട രീതിയിലാക്കി മാറ്റുമാറാവട്ടെ. ദീർഘമായ ഒരു ഭാഷണത്തിന്റെ സമയമല്ല, നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ നമ്മുടെ പള്ളിയിലെ പുതിയ ദർസിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ വളരെ വലിയ ദർസുകൾ നടന്ന അതിപുരാതനമായ ഒരു മഹല്ലാണ്, ഒരു പള്ളിയാണ് നമ്മുടെ ഉൾനാട്ടിലെ മഹല്ല് എന്നത്. ഒരുപാട് മാത്തുക്കളായ ആലിമീങ്ങള് അറിവ് പകർന്നും അതുപോലെ അറിവ് നുകർന്നും ഒരുപാട് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്രയൊന്നും കൂടുതൽ കുട്ടികളില്ലാത്ത ഒരു ചെറിയ ദർസാണ് നമ്മൾ ആലോചിച്ചതും. അൽഹംദുലില്ലാഹ് നമുക്ക് യോഗ്യനായ നമ്മുടെ മഹല്ലിനെ നല്ല രീതിയിൽ കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചു. ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു നാട്ടിൽ ദർസ് ചെയ്യുന്നത് ആ നാട്ടിന്റെ ഒരു വെളിച്ചമാണ് എന്ന് നമുക്കറിയാം. ശുദ്ധമായ ഇൽമിന്റെ, അല്ലാഹുവിന്റെ നൂറായ ഇൽമ് പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് സമൂഹത്തിലേക്ക് എത്തിക്കാനും വേണ്ട അതിനുതകുന്ന ഒരു പ്രക്രിയയാണ് ഈ ദർസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതിന് വേണ്ടത് നമ്മളൊക്കെ പരിപൂർണമായ സഹകരണമാണ്. പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് ഈ സമയത്ത് ഉണർത്തുവാനുള്ളത്, പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ സംവിധാനത്തോട് സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. ദർസാണെങ്കിലും പള്ളിയാണെങ്കിലും പള്ളി ദർസാണെങ്കിലും മദ്രസയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ നമ്മളൊക്കെ പരിപൂർണമായി സഹകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മുടെയൊക്കെ ശ്രദ്ധയും സഹകരണവും ഒന്നുകൂടി ഈ മേഖലയിലൊക്കെ ഉണ്ടാവണമെന്ന് സാമൂഹികമായി ഉണർത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മുതല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നമ്മുടെ മഹല്ലിലെ ആളുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ ഈ ഭക്ഷണത്തിന് വേണ്ടി നോക്കിയത് ഈ പരിസര പ്രദേശം, നമ്മുടെ പള്ളിയുടെ പരിസര പ്രദേശത്തുള്ള വീടുകളിലാണ്. അൽഹംദുലില്ലാഹ് ഏറെക്കുറെ ആയിട്ടുണ്ട്. എങ്കിലും ഉച്ചയ്ക്ക് ഒരു 1-2 കുട്ടികൾക്ക് വീടും അതുപോലെ രാത്രിയിൽ ഒരു 3-4 വീടുകളും ആവാനുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഈ സമയം തന്നെ അത് പറഞ്ഞ് അതിനുള്ളൊരു തീർപ്പാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ മഹല്ലിലെ ആളുകൾ പരിപൂർണമായി സഹകരിക്കുന്നവരാണ്. 100-ലേറെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്ത മഹല്ലാണ് നമ്മുടെ മഹല്ല്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും ഖൈർ ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുക എന്നാണ് ഉത്തരവാദിത്തമായിരിക്കുന്നത്. നമ്മുടെ ദർസ് നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെടുത്തി. സ്വാദിഖ് അലി യമാനി ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം ആദവനാടാണ്. അദ്ദേഹം ഇതുവരെ ദർസ് നടത്തിയിരുന്നത് കല്ലൂങ്ങൽ പുത്തനത്താണി കല്ലൂങ്ങൽ എന്ന മഹല്ലിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാന്യരായ മുഹമ്മദ് സലീം ദാരി ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ചേർന്നിരിക്കുന്ന മഹല്ല് കാരണവന്മാർ, അതുപോലെ കമ്മിറ്റി ഭാരവാഹികള്, മഹല്ലിലെ പ്രധാനികളായ ആളുകള്, മഹല്ല് നിവാസികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പരിപാടി കഴിയുന്നവരെ നിൽക്കണം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ മുമ്പ് നിന്നിരുന്ന ഉസ്താദിന്റെ മുമ്പ് നിന്നിരുന്ന കല്ലുങ്കൽ മഹലിൽ നിന്ന് വന്ന ആളുകള് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. മുമ്പ് ഉസ്താദുകളുടെ നസീഹത്ത് ഉണ്ടാകും. അതിനുശേഷമാണ് ഉദ്ഘാടനം നടക്കുന്നത്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം
മഹൽ നിവാസികളെ, അതിഥികളെ, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സയ്യിദന്മാർ, വളരെ മഹത്തായ, വളരെ കാലോചിതമായ ഒരു വലിയ പരിപാടിയിലാണ് നാം സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ഒരു സമ്മേളനമായി ഇതിനെ അല്ലാഹു എണ്ണുമാറാവട്ടെ. ഒരു വലിയ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല. ഈ മഹല്ല് നിവാസികൾക്ക് എന്താണ് ദർസ്, എന്തിനാണ് ദർസ്, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ് എന്നെല്ലാം അറിയുന്ന ഒരു നല്ലൊരു ജനതയുള്ള ഭാഗമാണ് നമ്മുടെ ഈ പ്രദേശം. ദീനീ ചൈതന്യം പണ്ട് മുതലേ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സുദീർഘ പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ മുന്നിലുള്ള ആളുകൾ കണ്ടാൽ തന്നെ ഒരു പഴമ നിലത്ത് തോന്നുന്ന ചെറുപ്പക്കാരടക്കം തലമറിച്ച് നല്ലൊരു രീതിയിലുള്ള പ്രദേശമാണ്. അല്ലാഹു നമുക്ക് ദീനിന്റെ ശിആറുകൾ നിൽക്കുമാറാവട്ടെ. അപ്പൊ ദർശനെ പറ്റിയോ ഉസ്താദുമാരെ സംബന്ധിച്ചോ ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് നിവാസികളോടാണ്. ദർശന്റെ മഹിമ അത് നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ കഴിയണം. അതിന്റെ ചെറിയൊരു മധുരം ഓരോരുത്തരും നുകരണം. ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക, ഇൽമിക്കാരുടെ സ്നേഹിക്കുക, അതെല്ലാം വലിയ കാര്യമാണ്. അതോടുകൂടെ ഓരോരുത്തരും മുതഅല്ലിമാവാൻ വേണ്ടി ശ്രമിക്കണം. അത് ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും ധാരാളം സമയമുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ചെറിയവരോ വലിയവരോ വ്യത്യാസമില്ലാതെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവിതത്തിന്റെ അധിക ഭാഗങ്ങൾ ടൈം കണ്ടി നോക്കിയാൽ ഏകദേശം അവർക്ക് ഉണർവുള്ള സമയത്തിൽ പകുതിയോളം സമയം അവർ എന്തെങ്കിലും മൊബൈൽ തോണ്ടി നിൽക്കുന്നതായിട്ട് കാണും. ചെറിയവരാരും വലിയവരാരും ആരായാലും ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഈ ഒരു കാലത്ത്, കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കാര്യം മറ്റുള്ള പല ആളുകളും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒഴിവ് കൂടുതലാണ്. ഈ സമയത്ത് എല്ലാവരും പള്ളിയിൽ വന്ന് സുബൈ നിസ്കാരത്തിനൊക്കെ നാട്ടുകാർ മുഴുവൻ പള്ളിക്ക് വരും, കഴിയുന്നവർ മുഴുവൻ. കാരണം രാത്രി അർത്ഥമുള്ളൂ. കഴിയുന്ന ആളുകൾ മുഴുവൻ ജമാഅത്തിന് പള്ളിയിൽ വരും. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദർശനം എല്ലാവർക്കും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോ വഴിക്ക് പോകാം. അവർ 10, 20, 15 മിനിറ്റ് മതി. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും മുതഅല്ലിമാവാൻ കഴിയും. അതോടുകൂടെ ആലിമാവാൻ കഴിയും. മദ്രസ മുഅല്ലിമുകളാവാൻ കഴിയും. ചെറുപ്പത്തിൽ പഠിച്ചെങ്കിലേ ആലിമാവുള്ളൂ എന്നോ മുതഅല്ലിമാവുള്ളൂ എന്നൊരു കണക്കുമില്ല. സഹാബത്തുകൾ പഠനം തുടങ്ങിയത് അവർ ഇസ്ലാമായ ഉടമകനാണ്. ഓരോരുത്തരും മുസ്ലിം ആകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ശരീരരായിട്ടല്ല. വലിയ വലിയ പ്രായക്കാരനെ തങ്ങളെക്കാൾ പ്രായം എത്രയോ ആളുകൾ ദീനിലേക്ക് വരികയും വലിയ പണ്ഡിതരാകുകയും ചെയ്തിട്ടുണ്ട്. ലോക പ്രശസ്തമായ സഹീഹുൽ ബുഖാരിയിൽ ധാരാളമായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരിൽപ്പെട്ട ഇമാം മാലിക്കിന്റെ തുണക്കാരൻ സ്വാലിഹ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ ലോകത്ത് സഹാബികളെ കണ്ടവരാണ്, താബിഈയാണ്. ആദ്യകാലെല്ലാം അവർക്ക് ബിസിനസ്സായിരുന്നു ജോലി, തൊഴിൽ പോകലായിരുന്നു. അവർക്ക് 90 വയസ്സായപ്പോൾ ഒരു ആഗ്രഹം, ഞാൻ ആലിമാവണം, ഒരു മഹാപണ്ഡിതനാവണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ വരുന്നത് 90ാമത്തെ വയസ്സിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഈ സദസ് 90 വയസ്സായ ആളുകൾ പറ്റുന്നുണ്ടാവില്ല.
ഈ സദസ്സിലുള്ള വളരെ പ്രയാസമാണ്. അങ്ങനെ 90-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ലോക പ്രശസ്തനായ എല്ലാ മുഹദ്ദിസുകളുടെ ഇമാമായ ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹു, അവരെക്കാളും വളരെ പ്രായം കുറഞ്ഞ ആളാണ് സുഹ്രി. ദർശനം ചെന്നു. അന്നത്തെ ദർശി സംവിധാനം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഉസ്താദന്മാരെ കൂടെ കൂടലാണ്, വേറെയും ജോലിയുള്ളവരുണ്ടാവും. അങ്ങനെ സുഹ്രി ഇമാമിന്റെ കൂടെ കൂടി പിന്നെ അക്കാലത്തുള്ള വലിയ വലിയ മുഹദ്ദിസീങ്ങളെല്ലാം പോയി ഹദീസ് പഠിച്ചു. വലിയ ലോക പ്രശസ്തനായ വലിയ പണ്ഡിതനായി സ്വാലിഹ് ഇബ്നു കൈസാൻ. അവരറിയാത്തൊരു ആലിമുണ്ടാവില്ല സ്വാലിഹ് ഇബ്നു കൈസാൻ. 90-ാമത്തെ വയസ്സിൽ പഠനം തുടങ്ങി ധാരാളം കാലം ദർസ് നടത്തി. 70 വർഷം ദർസ് നടത്തി. 160-ാമത്തെ വയസ്സിലാണ് അവർ വഫാത്തായത്. അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സദസ്സിൽപ്പെട്ട ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് കുറെ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഭൂമിയിൽ ചെയ്തു, മക്കളുണ്ടായി, മക്കളുണ്ടായി, അവരെല്ലാം സുഖമായി ജീവിക്കുന്നു, എനിക്ക് ഈ ദുനിയാവിന്റെ വിഷയം ചിന്തി പ്രശ്നമില്ല, ഞാൻ ഒരു മുതഅല്ലിമാവണം അല്ലെങ്കിൽ മുഅല്ലിമാവണം, നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാവണം എന്ന് ചിന്തിച്ചാൽ അത് നടക്കാൻ കഴിയുന്ന കാര്യമാണ്. അസംഭവ്യമല്ല, അത് അധ്വാനം വേണം. അങ്ങനെ ഒരു ശിആറോട് കൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചാരകരാവാൻ ഓരോരുത്തർക്കും കഴിയും, മുഅല്ലിമാവാൻ കഴിയും. ഇവിടെ സമസ്തയുടെ MS കൊടുക്കാൻ ഇത്ര പ്രായമാണെന്ന് കണക്കൊന്നുമില്ല. അതൊക്കെ ഭൗതികത്തിലാണ് കണക്കുള്ളത്. ഒരു ജോലിക്ക് 35 വയസ്സിലേ കൊടുക്കുള്ളൂ. 55-ാമത്തെ വയസ്സായാലും 60-ാമത്തെ വയസ്സായാൽ ജോലിയിൽ നിന്ന് അവർ പിരിഞ്ഞു പോരണം. ഇതെല്ലാം ഭൗതിക നിയമങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഓരോരുത്തർക്കും അവർ മരിക്കുന്നത് വരേക്കും ജോലികൾ എന്തും ചെയ്യാം. ഒരു മുഅല്ലിമാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഇവിടെയുള്ള ഒരു 10 ആൾ വരികയാണെങ്കിൽ അത് സാധിക്കുക ചെയ്യും. അതൊരു അസംഭവ്യമായി ആരും കണ്ടത്. പലരും നിരാശപ്പെടുന്നത് കാണാം. ഇത് ചെറുപ്പത്തിൽ പഠിപ്പിക്കാൻ ആളുണ്ടായില്ല, അത് ദർശനം പോകാൻ വേണ്ടി ഉപ്പ പറഞ്ഞിട്ട് ഞാൻ പോയില്ല, അല്ലെങ്കിൽ സംവിധാനം ഉണ്ടായില്ല, ദാരിദ്ര്യം കൊണ്ട് പോകാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞു ഇതൊരു പറയുന്ന ആളുകളുണ്ടാവും. അതെല്ലാം വെറുതെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം, അതിന് തയ്യാറാവണം, മാനസികമായി ഒരുങ്ങണം. അങ്ങനെ ഒരു ഉസ്താദന്മാരെ കൂടെ കൂടിയാൽ നിങ്ങളെ എന്ത് പറഞ്ഞു ഓതിത്തരും, 7 കിതാബ് ഓതിത്തരും, എനിക്ക് വേണ്ടുന്ന പ്രാഥമിക പഠനങ്ങൾ നൽകും. അതിന് വേണ്ടി ഒരുങ്ങി എല്ലാവരും മുഅല്ലിമാവോ ഒരുങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. അതിന് കഴിവുള്ള ആളുകൾ അതിന് തയ്യാറാകില്ല. വയസ്സ് പ്രശ്നമാക്കണം. രാവിലെ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ദുആ കഴിഞ്ഞ് ദർശനം തുടങ്ങുകയുള്ളൂ. എല്ലാവർക്കും പറ്റുന്ന ഇർഷാദോ റിയാദുസ് സ്വാലിഹീനോ മുർഷിദോ ഇഹിയയോ അല്ലെങ്കിൽ അദ്ഹിയയോ ധാരാളം കിതാബുകളുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടും. ഒരു മുഅ്മിനായി ജീവിക്കാൻ ഉതകുന്ന ധാരാളം കിതാബുകൾ എല്ലാവർക്കും തിരിഞ്ഞുണ്ട്. ഓതിക്കോളുന്നില്ല, ബുഖാരി ഓതിക്കോളുന്നില്ല, അതൊക്കെ ആകുമ്പോഴാണ് പ്രയാസം ഉണ്ടാവുക. മഖ്ദൂമിങ്ങൾ നമുക്ക് പറ്റിയ കിതാബുകൾ, ബഹുമാനപ്പെട്ട ഇമാം നവവി ധാരാളം കിതാബുകൾ, ഇമാം ഗസാലി ധാരാളം കിതാബുകൾ, എല്ലാവർക്കും ചെയ്യുന്ന കിതാബുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു ഉയർന്ന ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും. ഒരു 2 വർഷം ദർസിലേക്ക് വന്നാൽ ഈ രാവിലത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ഏകദേശം ഒരു കൊല്ലത്തിൽ 150ഓളം ക്ലാസ് ഉണ്ടാക്കി. എങ്ങനെയായാൽ ഈ എല്ലാം വെച്ചാൽ 150-160 ക്ലാസ് കിട്ടും. അങ്ങനെ 2 വർഷം ചേർന്ന് വന്നാൽ 360 ക്ലാസ് കൊണ്ട് അവർക്ക് ധാരാളം അറിവുകൾ ശേഖരിക്കാൻ കഴിയും. അതിന് വേണ്ടി പ്രതിജ്ഞെടുത്ത് അതിന് വേണ്ടി ഒരുങ്ങി പള്ളിയിലേക്ക് ജമാഅത്തിൽ വരിക. യാതൊരു പ്രയാസമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾ പഠിക്കുന്നത്. മെയിൻ റോഡിന്റെ വക്കിലാണ്. ഒന്നിനും പേടിക്കാനില്ല. എല്ലാവരും കൂടി കൂട്ടായിട്ട് വരികയാണെങ്കിൽ നായ്ക്കളെയും പേടിക്കണം, ഒന്നിനും പേടിക്കണം. ഇത്ര നല്ല സുന്ദരമായ സ്ഥലം. എന്നാൽ റോഡ് മുന്നിലാണെങ്കിലും അന്തരീക്ഷം കണ്ടാൽ ഏതോ കാട്ടുള്ള മാറി.
യാതൊരു ശല്യമില്ലാത്ത സ്ഥലം. എന്തൊരു നല്ല സ്ഥലമാണ്. ഇവിടെ നമുക്ക് മുതലെടുപ്പ് നടത്തണം. നമ്മുടെ ബാക്കിയുള്ള സമയങ്ങൾ അത് കഴിയുന്നതും പള്ളിയിൽ തന്നെ ഇൽമിന്റെ ഷോയിലായി ഇൽമ പഠിച്ചുകൊള്ളണം. മുന്നേറിയാൽ നമുക്ക് ആഗ്രഹം സൃഷ്ടിതമാവാം. ഇന്നത്തെ ഈ കലങ്ങിയ അന്തരീക്ഷത്തിൽ ഓരോരോ ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ നമ്മളും അതിൽ വാക്കാവാക്കായാൽ അതിന്റെ മറുപടി തൗബ ചെയ്യാനോ പൊരുത്തപ്പെടിക്കാനോ ചീത്ത പറഞ്ഞോന്നറിയില്ല. എന്നാലാണ് ചീത്ത പറഞ്ഞത് പറയുന്നവരറിയില്ല ഞാൻ ആരെയാണ് ആക്ഷേപിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ കാണും. അടുത്ത് കമന്റ് എഴുതും. ആരാണ് എഴുതിയെന്ന് വായിക്കോളം തിരിയില്ല. ആരെയാണ് വിമർശിക്കപ്പെടാനില്ല. ഒരിക്കലും പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് അതെല്ലാം ഒഴിവായി ഓരോരുത്തരും അവരവരുടെ നഫ്സിനെ കാക്കുക. മരിക്കുമ്പോൾ ഈ ഭാഗത്ത് മരിക്കണം. ഈ ദുനിയാവിൽ എത്ര വലിയവരാണ് ചെറിയവരാണെങ്കിലും ധാരാളം കഷ്ടപ്പാടുണ്ടാവും. ജീവിതം മുഴുവൻ സുഖമുള്ള ഒരാളെ പോലും കണ്ടെത്താൻ കഴിയില്ല. എത്രത്തോളം വലിയവരാണോ അതിനനുസരിച്ച് പ്രയാസം. പുറത്തുള്ളവർക്ക് പറയുകയാണെങ്കിൽ വലിയ വീടുണ്ട്, വലിയ ബെഡ്റൂമുകളുണ്ട്, എല്ലാ ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്, 10 കോടിയുടെ വീടാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അവിടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് നാം സംസാരിക്കുമ്പോൾ അവരത്ര ഉള്ളുപൊട്ടുള്ള ആളുകൾ ഉണ്ടാക്കുക. പല മാനസികമായ ദുനിയാവിന്റെ സ്വഭാവമാണ്. ഓരോരുത്തരും ചിന്തിച്ചു വലിയവർ ഓരോരുത്തരുടെ പവർ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിയും. അടുത്ത് നോക്കുമ്പോൾ അത്ര വിഷം പിടിച്ച ആളുകളെ കാണാൻ കഴിയില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഈ വിഷമങ്ങൾ മുഴുവനും നമ്മുടെ മരണത്തോടു കൂടെ അവസാനിക്കണം. മരണത്തോടു കൂടെ സുഖമായ ജീവിതമായിരിക്കണം. നാം മുസ്ലിങ്ങളാണ്. ശൈവനാശംസുലെന്ന് പറയുന്ന മാതിരി നമുക്കൊരു ജീവിതം വരാറുണ്ട് എന്ന് പറയുന്ന ഇതിലും വലിയ ജീവിതത്തിലേക്കാണ് നാം പോകുന്നത് എന്ന് ദീർഘവിശ്വാസമുള്ള വിഭാഗമാണ് നാം. മറ്റുള്ളവരെ മാതിരിയല്ല. ആ മരണം ഈമാനോട് കൂടെ സ്വർഗം കണ്ട് ഊറുലീങ്ങളെ കണ്ട് റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കണം. അതിന് നാം എല്ലാവരും തൗബ ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന്റെ വക്താക്കളാക്കി മാത്രമേ സാധിക്കൂ. അല്ലാതെ ഒരു കാരണവശാലും പിന്നെ ഭാഗ്യമാണ്. ലോട്ടറി അടിക്കുന്ന മാതിരി ചില ആളുകൾ ഒരു അമലും ചെയ്യാതെ പെട്ടെന്ന് മരണഘട്ടത്തിൽ ഈമാൻ വന്നു, എല്ലാം തെളിഞ്ഞു, വളരെ പ്രാപ്തരായി മരണപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ഇസ്തിബാഗ് എന്ന് പറയും. 2 നിലക്കാണ് ഒരാൾ ഉയർന്ന പദവിയിലേക്ക് എത്തൽ. ഒന്ന് ഇഫ്തിദാ, മറ്റൊന്ന് ഇസ്തിബാഗ്. ഇഫ്തിദാഗ് എന്ന് പറഞ്ഞാൽ അവൻ ചെറുപ്പത്തിലെ അമൽ ചെയ്ത് മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പരിപൂർണതയിലേക്ക് എത്തുന്ന ആളുകൾ. വേറൊരു വിഭാഗമുണ്ട് പെട്ടെന്ന് ഒരു നിമിഷ നേരം കൊണ്ട് ഉയർന്ന മർത്തബയിലേക്ക് എത്തുന്ന ആളുകൾ. ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മഹാനാണ്. അവർ നാട്ടിലെ തനി റൗഡിയായിരുന്നു. എന്തെല്ലാം അനാവശ്യങ്ങളുണ്ടോ അത് മുഴുവൻ അവർ ചെയ്തിട്ടുണ്ട്. നന്മ എന്തുണ്ടോ ഒന്നും അറിയില്ല. കൊള്ളയാണ് പതിവ്. പെട്ടെന്ന് തന്നെ അറിയപ്പെട്ടതാണ്. ഈ പറയുന്ന മഹാശയുടെ ശിഷ്യൻ, പേര് പെട്ടെന്ന് ഓർമ്മയില്ല, അറിയപ്പെട്ട മുഹദ്ദിസാണ്. അവരൊരു ദിവസം കൊള്ളയ്ക്ക് വേണ്ടി മസ്തായി കൊണ്ട് റോഡ് സൈഡിൽ ആളുകൾ ഇരയെ തേടി അന്വേഷിച്ച് നിൽക്കുകയാണ് കണ്ടുപിടിച്ചിട്ട്. അപ്പോഴാണ് കുറെ ആളുകൾ ഒരു വലിയ സംഘം നിർമ്മിച്ചു കൊണ്ട് കണ്ടത്. ഒരു മഹാനവിടെ വരുന്നു, ചുറ്റോടിച്ചും ആളുകൾ വരുന്നു. കുതിരപ്പുറത്താണ് ഈ മഹാനുള്ളത്. ഇയാൾ ചോദിച്ചു ആരാണെന്ന്, എന്താണ് തിരക്ക്? അവർ ഷുഹൈബ് പറഞ്ഞതാണ്. അതിന്റെ പേരിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയതാണ്. ഉടനെ തന്നെ ഇയാൾ ഓടി, ആളുകളെ തട്ടിത്തിരിച്ച് ഓടിച്ചെന്ന്
ഷുഹൈബ് വാഹനത്തിന്റെ കടിഞ്ഞാൺ കഴിക്കില്ല. എവിടെയാണ് അതൊന്നും ചെയ്യുന്നത് അറിയില്ല. ഇവിടെ ഒരു നിങ്ങൾ ആരാവശ്യം? ഞാൻ ഷുഹൈബാണ്. നിങ്ങളെ പണി എന്താ ആവശ്യം? ഹദീസ് പറയുന്നതാണ് പണി. ഹദീസ് പറഞ്ഞ പണിയുണ്ടോ ലോകത്ത്? മറ്റുള്ള ഇയാൾ ആരാണ് ചോദിച്ചു. ഇയാൾ മുഹദ്ദീസാണ്. മുഹദ്ദീസിന് ഒരു സാധനം അവിടെ ഉണ്ടോ? ഇയാൾ ആ ദീനീ മേഖല എവിടെയും ഒന്നും ആയിട്ടില്ല. അങ്ങനത്തെ ആളാണ്. അറിയപ്പെട്ട ഏറ്റവും വലിയ ആൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് അഹ്മദ് പോകുന്നുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങൾ മുഹദ്ദീസാണെങ്കിൽ എനിക്കൊരു ഹദീസ് പറയാം. വാഹനം കൊടുത്തിട്ട് പറഞ്ഞു സനദ് റസൂലുള്ളാഹിയുടെ മുത്തസിലായ സനദ് വന്നിട്ട് പറഞ്ഞു ഇദാ ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. അത് ഹദീസിനോട് നീ ലജ്ജയില്ലാത്തവനാണോ വിചാരിച്ച ജീവിച്ചോ? ഈ ഹദീസ് കേട്ടതോടുകൂടെ ലജ്ജ ഇല്ലെങ്കിൽ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ഇത് കേട്ടതോടുകൂടെ അവരുടെ സ്വഭാവമാണ് മാറി. പെട്ടെന്ന് നേരെ വിട്ടു. ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ഒരു ഹദീസ് കേട്ട് വരികയാണ്. ഇനി മുതൽ എന്റെ ചങ്ങായിമാർ ഇപ്പൊ കണ്ടുപിടിക്കാൻ മറ്റുള്ളതിന് വേണ്ടി വരും. അവരോട് പറയണം എനിക്ക് ഒഴിവില്ല, ഞാൻ നന്നായിട്ടുള്ളത് പറയണം. അങ്ങനെ വീടിന്റെ ഉള്ളിൽ നിന്നു എല്ലാവരും വന്നവരൊക്കെ അമ്മ പറഞ്ഞു ഒരു സ്വഭാവം മാറിയിട്ട് നമ്മൾ കാത്തുള്ള കൂടിയാണ്. എല്ലാവരും തിരിച്ചു. അവസാനം അവർ പുറത്തിറങ്ങി, എനിക്ക് ഹദീസ് പഠിക്കണം. എവിടുന്ന് പഠിക്കും? അപ്പൊ അവിടെയുള്ള സ്വാലികൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയില്ല, നിങ്ങൾ മദീനയിൽ പോകണം, ഇമാം മാലിക് റളിയല്ലാഹു അടുക്കലേക്ക് പോകണം എന്നാണ്. മാലിക് റളിയല്ലാഹു അടുക്കലേക്ക് ചെന്നു. മാലിക് ഇമാമിന്റെ മുഅത്തയുടെ പ്രധാന റാവികളിൽപ്പെട്ട ഒരാളായി മാറി. മാലിക് ഇമാമിന്റെ മുഅത്തയുടെ റാവി അവരാണ്. ഇപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഒന്ന് യഹിയ, മറ്റൊന്ന് ഇയാളെ ഈ മഹാനാണ്. പിന്നീട് മാലിക് ഇമാമിന്റെ ഹദീസ് മുഴുവനും പഠിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്നു. ഹദീസിൽ പഠിക്കാൻ ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് മാലിക് ഇമാമിന്റെ ശരി. അത് പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ആളാക്കുന്നതാണ്. അതൊരു ഭാഗ്യാലി ലോട്ടറി പോലെയാണ്. മറ്റത് ഇഖ്തിദാർ, നാം അമൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത് എല്ലാ സമയത്തും എന്തെങ്കിലും പാളിച്ചകൾ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന വിഭാഗം. ആ വിഭാഗത്തിലാണ് പെടേണ്ടത്. കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, എല്ലാവരും തഖ്വയിൽ മുഴുവനായിക്കൊണ്ട് ഒരാളെയും ചീത്ത പറയാൻ, ഒരാളെയും എതിർക്കാതെ നീ പഠിച്ചുകൊണ്ട് ഇതിനനുസരിച്ച് അമൽ ചെയ്യുക. ദീൻ പഠിക്കാനുള്ള മാനദണ്ഡം ഏതെങ്കിലും സോഷ്യൽ മീഡിയകളാവരണം. അതിൽ പറയുന്ന ആളുകൾ മുഴുവനും നമുക്ക് വിശ്വസ്തരാണോ എന്നറിയില്ല. പറയുന്നത് മുഴുവനും ദീനാണെന്ന് അറിയില്ല. അത് മഹാന്മാരെ എഴുതി വെച്ച കിതാബ് നോക്കി ഓതി പഠിക്കുക തന്നെ വേണം. അപ്പോഴേ ദീനാവുള്ളൂ. ഒരാൾ ഒന്ന് പറയും, മറ്റൊരാൾ മറ്റൊന്ന്. അങ്ങനെയുള്ള ആഖീല കേൾക്കാൻ സാധ്യത കൂടുതലാണ്. ആരാണോ വാചാലൻ, ആ വാചാലന്റെ പിന്നിലായിട്ട് നമ്മൾ പിന്നെയും കൂടാ. വാചാലതയിൽ കൂടെ പറയുന്നത് മുഴുവനും സത്യമാവണമെന്നില്ല. വളരെ സൂക്ഷിക്കണം. കിതാബ് ബോധ്യം കൊണ്ട് മഖ്ദൂമിങ്ങൾക്ക് എന്ന കിതാബുകൾ ധാരാളമുണ്ട്. ആ കിതാബുകൾ മഖ്ദൂം നബി ഇമാമിന്റെ കിതാബുകൾ, ഗസാലി ഇമാമിന്റെ കിതാബുകൾ, ഇതൊക്കെ തങ്ങളുടെ കിതാബുകൾ നോക്കി നീ പഠിക്കാൻ തയ്യാറാവണം. അല്ലാഹു നമുക്ക് നല്ലത് പറയാനും കേൾക്കാനും ചെയ്യാനും തൗഫീഖ് നൽകുമാറാവട്ടെ. മരണസമയത്ത് നമ്മുടെ ഈമാൻ അല്ലാഹു തആല സംരക്ഷിക്കുമാറാവട്ടെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവരുടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പൂർണ്ണ ബോധത്തോടുള്ള മരണം, അതാണ് ഏറ്റവും സുന്ദരമായ മരണം. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്, മഹാനവർകള് അള്ളാഹു ഹലാവത്തുൽ ഈമാൻ ബുഖാരിയിൽ ബാബുണ്ട്. ഈ പറഞ്ഞ കാര്യം 3 കാര്യം ഒരാളുടെ ഈമാന്റെ മധുരം കിട്ടും. ആ മധുരം പ്രവേശിക്കുന്നില്ല. ആ മധുരം എങ്ങനെയാണ്? ഇമാമികൾ പറയാണ്, അതൊക്കെ തേനിന്റെ മധുരം പോലെ കരുണിയായ മാനസികമായ ആവേശമല്ല. ആ ഒരു മധുരം അനുഭവിച്ചിരുന്ന ആളാണ് മണ്ണാറുണ്യത്തെ പോയവർക്കറിയാം. വെയിൽപ്പുറത്തിന്റെ മീനിന്റെ ചൂട് കരിപ്പാറുന്നത് ചൂടം വെയിലിന്റെ ചൂടെന്താണെന്നറിയാം. വീടിന്റെ മുറ്റം
ഇന്റർലോക്ക് ചെയ്ത ആളുകൾ കട്ടുവച്ചക്ക് ചുറ്റുഭാഗം പങ്കില്ലെങ്കിൽ ആ ഇന്റർലോക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റാണ്ട് ചൂട്, അങ്ങനെയുള്ള കൊടും ചൂട് 50-55 ഡിഗ്രി ചൂടുള്ള സമയത്ത് കരിമ്പാറിന്റെ മുകളിൽ കൊണ്ടുപോയി കിടത്തി. കരിമ്പാറ മുകളിൽ വെച്ച് അതിന്മേൽ കൂടെ വലിച്ചെറിയുന്ന സമ്പ്രദായം വലിച്ചുകൊണ്ടുപോയി കാര്യങ്ങൾ മതി. ആ സമയത്ത് അവർ അഹദ് അഹദ് എന്ന് പറയുകയായിരുന്നു. യാതൊരു പ്രശ്നമില്ല, ശരീരത്തിൽ രക്തൊലിക്കുന്നുണ്ട്, ശരീരം പൊള്ളുന്നുണ്ട്, അവർക്ക് യാതൊരു മാറ്റവുമില്ല. അവരുടെ വഫാത്തിന്റെ സമയത്ത് ഭാര്യമാർ മക്കൾ അവർ വഫാത്താവും വലിയ ക്ഷേമങ്ങളുള്ളവരായിട്ടാണ്. പ്രത്യേക ക്ഷാമത്തിനായിരുന്നതിലും അവരുടെ വഫാത്തിന് വലിയ ക്ഷേമമുള്ള ഐശ്വര്യമുള്ള പണമുള്ളവരായിട്ടാണ് വഫാത്താകുന്നത്. ആ സമയത്ത് അവരുടെ ഭാര്യമാർ മക്കൾ വിളിക്കുകയാണ് ബിലാലിന്റെ വിഷമമേ, എന്തൊരു ദുഃഖമാണ്. ഓരോരുത്തരും മരണപ്പെടാൻ സമയത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി ആർക്കും വിളി കൂട്ടുന്നത് പോലെ സക്കറാത്തുന്ന സംഭവമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷമാണ് എനിക്ക്. നാളെ എന്റെ ഇഷ്ടപ്പെട്ടവരോട് കൂടെ ഞാൻ കൂട്ടിമുട്ടും. മുഹമ്മദ് നബിയോടും മുഹമ്മദ് നബിയുടെ അനുയായികളോടും നാളെ ഞാൻ ഒരുമിച്ച് കൂടാൻ പോവാണ്. എന്തൊരു സന്തോഷമാണ് എനിക്ക്. ഈ നിലക്കുള്ള ഒരു അവസ്ഥ അവരനുഭവിച്ചതുപോലൊരു അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ഈ ദുനിയാവിൽ യാത്രയാവും. അതാണ് ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നാം മുന്നേറേണ്ടത്. എപ്പോഴെങ്കിലും മരിക്കുമ്പോൾ മരിക്കട്ടെ, നാക്കാലികളോ മറ്റു ജന്തുക്കളോ മരിക്കുമ്പോൾ മരിക്കട്ടെ എന്നല്ല, മരിക്കുമ്പോൾ ഈ ഒരു സന്തോഷത്തോട് കൂടെ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ വേദനയില്ലാതെ ആരുടെയും ആവലാതിയില്ലാതെ സന്തോഷത്തിലേക്ക് ആനയിച്ചു പോകുന്ന ആ വിഭാഗത്തിൽ പെടണം. അതിന് വേണ്ടി ശ്രമിച്ചെങ്കിലേ നടക്കുള്ളൂ. അതിനു വേണ്ടി ജീവിക്കാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മഹാന്മാരായ മശായിഖന്മാർ കാണിച്ചതുപോലെ ജീവിച്ച് കിതാബുകൾ മുന്നിൽ വെച്ച് അതിനുള്ള കിതാബുകളുണ്ട്. എല്ലാം അതിനുള്ളതാണ്. യാഫിയുണ്ട്. ഇങ്ങനെയുള്ള കിതാബുകളെല്ലാം മുന്നിൽ വെച്ച് ഓതി പഠിക്കണം. എന്നിട്ട് അതുകൊണ്ട് അമൽ ചെയ്യണം. എന്നാൽ ആ ഒരു അവസ്ഥ എത്തും. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മരിക്കാൻ കഴിയും. കിതാബ് വെച്ച് വാദിക്കുന്നില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم في العالمين إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. رب تمم بالخير والسعادة. ربي زدنا علما وفهما وعقلا وأدبا كاملا واجعلنا للمتقين إماما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه
وانشر علينا رحمتك وذكرنا ما نسيناه يا ذا الجلال والإكرام. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب السكة وأبواب العافية وأبواب السلامة وأبواب العلم وأبواب التعلم يا أرحم الراحمين. اللهم صد عنا باب الفقر وباب الكفر وباب النفاق وباب المعصية وباب السؤال من ويلك يا رب العالمين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين. وإذا أردت بعبادك فتنة فقبضنا إليك غير مفتونين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين.